നമസ്കാരം. പൊതുവേദിയിൽ കൊമ്പുകോർത്ത് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും മുൻ MLA PC ജോർജും. പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെയാണ് ഇരുവരും തമ്മിൽ ഇടഞ്ഞത്. മുണ്ടക്കയത്ത് സർക്കാർ ആശുപത്രി അനുവദിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് PC ജോർജ് പറഞ്ഞതാണ് പൂഞ്ഞാർ MLA ചൊടിപ്പിച്ചത്. ഇവിടെ ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് MLA പറഞ്ഞു. എനിക്കിഷ്ടമുള്ളത് പറയുമെന്നായിരുന്നു ജോർജിന്റെ മറുപടി. അതിനുള്ള വേദി ഇതല്ല എന്ന് കുളത്തുങ്കൽ ചൂണ്ടിക്കാട്ടി. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയുമെന്ന് PC ജോർജ് ആഞ്ഞടിച്ചു. തുടർന്ന് മറുപടിയായി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ രംഗത്ത് വന്നു. പിന്നെ അത് പറഞ്ഞാൽ മതി. ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ട് എങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറൊരു വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനമാണ്. ഇവിടെ അതിൻ്റെ കാര്യം പറഞ്ഞിച്ചപ്പോ എല്ലായിടത്തും വർത്തമാനം പറയുന്ന പോലെ ഇവിടെ പറയരുത് എന്നും MLA പറഞ്ഞു. പറയേണ്ടത് പറഞ്ഞിട്ടേ പോകൂവെന്ന് PC ജോർജ് ഇടയ്ക്ക് കയറി പറഞ്ഞു. പൂഞ്ഞാർ ഗവൺമെന്റ് ആശുപത്രിയിൽ 2 ഡോക്ടർമാരെ കിട്ടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടല്ലാതെ വേറെ ആരോടാണ് പറയേണ്ടുന്നത്? അത് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നതാ. അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ എന്ന് MLA മറുപടി നൽകി. MLAയോട് നിവേദനം നൽകണമെങ്കിൽ ഇതുപോലെയുള്ള അവസരമേ കിട്ടുകയുള്ളൂ എന്ന് PC വ്യക്തമാക്കി. സംഘാടകരെത്തി ഇരുവരെയും അനുനയിപ്പിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. ആശുപത്രിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറ്റവും പ്രിയകരനായ നമ്മുടെ മന്ത്രി ജോർജ് കുര്യൻ അവരുടെ ഈ യോഗത്തിന് അധ്യക്ഷത പദം അലങ്കരിച്ച പ്രിയകരനായ നമ്മുടെ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവരുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നല്ലവരായ സഹോദരന്മാരെ സഹപ്രവർത്തക സ്നേഹിതരെ എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ നിൽക്കുന്ന അവസരത്തിൽ ഒരു നീണ്ട പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവർക്കും വീട്ടിലെത്തണം എന്ന് തന്നെയാണ് ചിന്തയെന്ന് എനിക്കറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ MLAയും ചേർന്നുകൊണ്ട് വളരെ വിശദമായി ആരോഗ്യരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് ഞാൻ കടക്കണ്ട. ഇവരൊക്കെ എന്നേക്കാൾ അറിവുള്ളവരാണല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നത് കണ്ടു നമ്മുടെ MLA. എന്നാ പാലിയേറ്റീവ് കെയർ പറഞ്ഞങ്ങൾ വളരെ നന്നായി. പക്ഷെ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു. ആ ആശുപത്രി 2 മണി കൂട്ടിക്കെട്ടുക, ഒരു 2-3 ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കുളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. MLA ഇരുത്തിക്കൊണ്ട് അപമാനിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇന്നലെ മനോരമ പത്രത്തിലൊരു പടം ഞാൻ കണ്ടു. നമ്മുടെ MLAയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിൽക്കുക അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം, പഞ്ചായത്ത് വെച്ചോളാം, അതിനകത്ത് അനുവാദം തരണമെന്ന് പറഞ്ഞ് ഒരു മെമ്മോറാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ ഒത്തിരിയുണ്ട്. അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ്. എനിക്ക് സൗകര്യമുള്ള ഞാൻ പറയുന്നത് അവരെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം. ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ. എല്ലാവർക്കും വർത്താനം പറയുന്നത് എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ള വേറെ ആരോടാ പറയുന്നത്? അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് വേണം ചെയ്യാൻ. വേദി ഇതല്ലല്ലോ. അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. 7 ഡോക്ടർമാരുണ്ട്. ഇത് ആശുപത്രി ഇങ്ങനെ പാലിയേറ്റീവിന്റെ കാര്യം പറയാനാ. അത് പറയാൻ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറയുന്നു. ഒരു MLAയോട് നിവേദനം നടത്താൻ ഇതുപോലുള്ള അവസരങ്ങളെ കിട്ടുള്ളൂ, കൈ കിട്ടണ്ടേ? അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് ഞാൻ പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല, നമ്മുടെ ആശുപത്രികൾ ഇച്ചിരി നന്നായി കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴല്ലേ കിട്ടുന്നേ. മന്ത്രിയുണ്ട്, MLA ഉണ്ട്, കേന്ദ്രമന്ത്രി ചെയ്യേണ്ട കാര്യം അല്ലിത്. അല്ലെങ്കിൽ അദ്ദേഹത്തോട് ശരി ഞാൻ പറഞ്ഞേനെ. ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു വെക്കേണ്ട കാര്യമാകുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ.
പിണങ്ങണ്ട, ഒരു പിണക്കവും ആവശ്യമില്ല ആർക്കും. ഞാനിങ്ങനെ എംഎൽഎ ആയിരിക്കും, എന്നോട് എല്ലാവരും പറയാറുണ്ട്, ഞാൻ സൗമ്യമായിട്ട് കേൾക്കും, പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു തീർക്കും. അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് ഇത്രമാത്രം വിഷമിക്കേണ്ടേ ചോദിക്കേണ്ടേ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുള്ള മനസ്സിലായാലും അതിലേക്ക് ഇനി കിടക്കുന്നില്ല. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നെ പേടിപ്പിച്ചേക്കളി. ചെറിയ കാര്യം പറയാം, പേടിപ്പിച്ചേക്കളി. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോ പകുതി വിലയ്ക്ക് സാധനം കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ആളുകളെ കൂടെ കളിപ്പിച്ച് പരുവാക്കിയിരിക്കുക. ഇന്ന് രാവിലെ എന്നെ ഈരാറ്റുപേട്ടയിൽ എന്റെ അടുത്ത് വന്ന ഉമ്മ ഇവിടെ നിവേദനം, ആ നിവേദനം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 460 ആളുകളാണ് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ഈ കള്ളൻ കാശ് കടിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. കുറ്റം പറയും, നമ്മൾ എന്തിനാ പകുതി കാശിന് കൊടുത്തതെന്ന്. സംഭവിച്ച എന്താ, ഇവിടെ ഒരു 8-10 പേർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുത്തു. നമ്മുടെ ആളുകളെല്ലാം ആ കൊടുത്ത് ചേർന്നു. മനസ്സിലായില്ലേ? നമ്മുടെ ആളുകളെല്ലാം ആ കൊടുത്ത് ചേർന്നു. അങ്ങനെ പറ്റുക. ഇതിനകത്ത് 460. ഇത് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. ഈ 460 എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവൻ ആരാന്നറിയാമോ നിങ്ങൾക്ക്? ഈ കോടാനുകോടി കട്ടുകൊണ്ട് പോകാൻ എവിടുത്തുകാരനാണെന്നറിയാമോ? അവൻ ഈ പൂഞ്ഞാർ പഞ്ചായത്തിലുള്ളവനാണ്, അല്ല ഈരാറ്റുപേട്ടക്കാരനാണ്. ഞാൻ പറഞ്ഞേക്കാം, അവൻ താമസിക്കുന്ന എവിടെ എന്നറിയാമോ? നമ്മുടെ ഈ ഈരാറ്റുപേട്ടക്കടുത്തുള്ള ഈ കയമുണ്ടല്ലോ, ആ കയത്തിന്റെ അടുത്ത് നമ്മുടെ കൊട്ടുകാപ്പള്ളി കോളനി ഉണ്ട്, അറിയാമല്ലോ ടോമിക്ക്. ആ കൊട്ടുകാപ്പള്ളി കോളനിയിൽ ഒരു 26-27 കൊല്ലം മുമ്പ് ഇവന്റെ അപ്പൻ ഒരു കൊല്ലപ്പണിക്ക് നല്ലവനാണ്. ഞാനാണ് ആ വീട് വെച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്. കൊട്ടുകാപ്പള്ളിക്കാരനോട് അനുവാദം മേടിച്ച് അവിടെ ജനിച്ചു വന്ന് അവിടെ ജീവിച്ചവരാണ് ഈ രാജ്യം മുഴുവൻ ഇതുപോലെ കൊള്ളയടിച്ചവർ. ഇത് പഞ്ചായത്ത് മെമ്പർ കാശ് പോയ കക്ഷിയായിരിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് ഒരു സംഘടകരാണ്. അവർ ഇതുപോലെ കൊള്ളയടിച്ചിട്ട് അവർ 5-6 ലക്ഷം രൂപ രാഷ്ട്രീയക്കാർ കൊടുക്കല്ലേ, ഉടനെ ഉദ്ഘാടനം. ഇത് ഉദ്ഘാടിച്ചവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ ഇവൻ ചെന്ന് പറയുന്നത്? ഇത് കൊണ്ടല്ലേ ഇവര് എന്റെ അടുത്ത് വന്നില്ല. എന്താ കാര്യം? അവൻ വന്നല്ല, അവനെ എനിക്കറിയാം, അവൻ കുഴപ്പമാണെന്ന് അവന് മനസ്സിലായി. ഒന്ന് ആലോചിച്ച് എത്ര ക്രൂരമാണ്, എത്ര ഇതായിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുക. എങ്ങനെ ജീവിക്കും? ഉള്ള കാശ് മുഴുവൻ ഇങ്ങനെ പോയി. അതുകൊണ്ട് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ ക്രൈംബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോ. പക്ഷേ ക്രൈംബ്രാഞ്ച് എത്ര ഒരു 10-30,000 പേരോടെ കളിപ്പിച്ചിട്ടുണ്ട്. ഒരു 30,000 പേരെയെങ്കിലും കളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര രൂപയാണെന്ന് പോലും കണക്ക് കിട്ടിയിട്ടില്ല. ഈ 460 പേരുടെ പരാതിയായിട്ട് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് പരാതി മേടിച്ചോടെ വെച്ചത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് എത്ര രജിസ്റ്റർ ചെയ്യും? ഒരു FIR എടുത്തിട്ട് ബാക്കി കക്ഷികളെ മുഴുവൻ സാക്ഷികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ചെയ്യേണ്ടതാണ് പോലീസ്. ആ കാര്യത്തിലും പോലീസിന്റെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ അംഗീകാരം കൂടി അക്കാര്യത്തിൽ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മന്ത്രി, നമുക്കറിയാം, ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക് നമുക്ക് 2 മന്ത്രിമാരെയാണ് കിട്ടുന്നത്. ദൈവാനുഗ്രഹങ്ങൾ 2 മന്ത്രിമാർ ഇവിടെ ഉണ്ട്. ഒരു മന്ത്രി ജോർജ് കുര്യൻ നമ്മോടൊപ്പം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. അടുത്ത ആഴ്ച 2 ആഴ്ചത്തേക്ക് അടുത്ത മന്ത്രി ഇവിടെ ഈ പൂഞ്ഞാറ്റിലുണ്ട്. അതേ രസം. ഇവിടെ സിനിമാ നടൻ എന്നതിൽ അദ്ദേഹം ഇവിടെ എത്തുകയാണ്. സിനിമ അഭിനയിക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പടത്തിൽ അഭിനയിക്കാനാണ് അദ്ദേഹം. നമ്മുടെ പാതാമ്പഴയാണ് ഇതിന്റെ ലൊക്കേഷൻ. ഒന്ന് പിന്നെ സാബു കൂട്ടുകുളത്തിന്റെ വീടാണ്. നിങ്ങൾ പോയി കണ്ടു. അങ്ങനെ വരും. അവിടെ കൊണ്ടാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച എത്തുന്നുണ്ട്. അങ്ങനെ മന്ത്രിമാർ 2 പേരും, ദൈവാനുഗ്രഹമുള്ള കേന്ദ്രമന്ത്രിമാർ 2 പേരും ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് കാണുന്നതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ജോർജ് കുര്യൻ എന്ന മന്ത്രിയെ പറ്റി എല്ലാവരും ഞാൻ ഓർക്കണം. കുറ്റം പറയാല്ല, ജനങ്ങളെ കുറ്റം പറയല്ല. അപ്പോൾ ഇദ്ദേഹം തീരെ പാവമാണെന്ന് പറഞ്ഞു. ആ പാവം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. പാവമാണ്, പക്ഷേ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ശക്തമായ തീരുമാനമെടുക്കുന്ന തന്റെ ഇടമുള്ളവനാണ് താനെന്ന് മിസ്റ്റർ ജോർജ് കുര്യൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം നിഷേധിക്കാൻ കഴിയില്ല. മിസ്റ്റർ ജോർജ് കുര്യനെ വളരെ സന്തോഷത്തോടെ അഭിമാനബോധത്തോടു കൂടി ഈ നാട്ടിലെ എളിയ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ നാട്ടിലേക്ക് വന്നതിനുള്ള നന്ദി പരസ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും അങ്ങേപ്പോലുള്ള ആളുകൾ, പൊതുപ്രവർത്തകർ നല്ല നിലയിൽ മുമ്പോട്ട് വരുന്നത് ഒരു മാതൃകയായി ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള പൊതുപ്രവർത്തകർ കണ്ടു പഠിക്കണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. മറ്റു വിശദാംശങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നാടിൽ ചെയ്യാനുള്ള അവസരം നമുക്ക് കൂട്ടായി ഉണ്ടാക്കാം എന്ന് മാത്രം പറയുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്?
പെരികുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി. ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടുകൂട്ടമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ തണൽ ചാരിറ്റബിൾ സൊസൈറ്റി, അതുപോലെ പൂഞ്ഞാർ ക്ലബിന്റെ ഡയാലിസിസ്, ഇതൊക്കെ എല്ലാവരുടെയും പറയട്ടെ. ഞാനിവിടെ പറഞ്ഞ് ഇനി സമയങ്ങളിൽ ശരിയില്ലാത്തതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും പെരികുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ കൈമാറണമെന്നാണ് പറയുന്നത്. ആ കുറേ എടുത്തുകൊണ്ട് പലരും കൊടുക്കട്ടെ. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി അവർക്ക് ഈ ഉപകരണങ്ങൾ ഞാൻ കൈമാറുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീ PC ജോർജ് സാർ ഈ ഒരു സമയത്ത് പെരിങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ കൈമാറുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി പെരിങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പെരിങ്ങുളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതീകാത്മകമായി